ഞാൻ RCC LPS ഈസ്റ്റ് മങ്ങാടിലെ പ്രധാനാധ്യാപിക ശ്രീമതി ലിജി ടീച്ചറാണ്. എൻ്റെ സ്കൂളിൽ ഞാൻ ഈ സ്കൂളിൽ ജൂൺ 2-ാം തീയതിയാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ കുട്ടികൾ കുറച്ച് കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ കൂടുതൽ കുട്ടികളുണ്ടാവണമെങ്കിൽ കുട്ടികളുടെ പഠന നിലവാരം ഉയരണം. അപ്പോൾ അതിനായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ അധ്യാപകരെ കൂടി ആലോചിച്ചു. അപ്പോൾ കുട്ടികളെ യു ഷേപ്പിൽ ഇരുത്തിക്കൊണ്ട് എല്ലാ കുട്ടികൾക്കും തുല്യത സമഭാവനയിൽ അവരെ കാണാനായിട്ട് അധ്യാപകർക്കും കുട്ടികൾക്കും ഉചിതമായിട്ടുള്ള ഒരു രീതിയിൽ കുട്ടികളെ ഇരുത്താൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ യു ഷേപ്പിൽ കുട്ടികളെ ഇരുത്തിയത്. അപ്പോൾ ഈ ഒരു സ്ഥിതിയിൽ ഇരുത്തുമ്പോൾ എല്ലാ കുട്ടികൾക്കും അധ്യാപികയെ കാണാനും അതുപോലെ തന്നെ അധ്യാപികയ്ക്ക് കുട്ടികളെ ശ്രദ്ധിക്കാനും സാധിക്കുന്നുണ്ട്. പിന്നിലിരിക്കുമ്പോൾ ഓരോ കുട്ടിയും അവർക്ക് പിന്നോക്കക്കാരാന്നുള്ളൊരു ചിന്ത വരും. ഇതാവുമ്പോൾ എല്ലാ കുട്ടികളും സമന്മാരാണ്, അവരെല്ലാവരും മുന്നിലാണ്. അപ്പോൾ ഓരോ കുട്ടിക്കും പ്രത്യേക ശ്രദ്ധ കൊടുക്കാനും അധ്യാപികയ്ക്ക് ഇതുവഴി സാധിക്കും. അതുപോലെ രക്ഷിതാക്കളും വളരെ സന്തുഷ്ടരാണ്. എല്ലാ രക്ഷിതാക്കൾക്കും അവരുടെ കുട്ടികളെ ഏറ്റവും മുമ്പിലിരിക്കണം എന്നാണ് ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ ഇരുത്തിയപ്പോൾ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും വളരെ സന്തോഷമായി. അതുകൊണ്ട് ഈ രീതിയിൽ തന്നെ തുടരാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഞാനിവിടെ RCC LPS ഈസ്റ്റ് മങ്ങാടിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നു. ഇവിടെ ഈ ഒരു ക്ലാസ് റൂം സംവിധാനം യു ഷേപ്പിലേക്ക് മാറ്റിയത് എനിക്ക് തികച്ചും ഒരു നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നു. തികച്ചും മറ്റ് രീതികൾ, അതായത് ബെഞ്ച് കറക്റ്റായിട്ട് നമ്മൾ പഠിച്ചു വന്നൊരു രീതിയിൽ നിന്ന് അപേക്ഷിച്ച് കറക്റ്റായിട്ട് എനിക്ക് മാറ്റം തോന്നി യു ഷേപ്പിൽ അറേഞ്ച് ചെയ്തപ്പോൾ. ഇവിടെ വലിപ്പ ചെറുപ്പമില്ല, ഒന്നാമനില്ല, രണ്ടാമനില്ല, എല്ലാവരും ഒരുപോലെ എന്നൊരു കോൺസെപ്റ്റാണ് എനിക്ക് തോന്നിയത്. കുട്ടികൾക്കായാലും ഈ ഒരു രീതി ഏറ്റവും അവർക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏതൊരു കോണിൽ നിന്ന്, അതായത് അറ്റത്തു നിന്നായാലും സെൻട്രൽ നിന്നായാലും കറക്റ്റായിട്ട് എനിക്ക് അവരുടെ അടുത്തേക്ക് എത്താനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ മാറ്റം വരുത്തുന്ന എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ക്ലാസ്സിൻ്റെ അഭിരുചിക്ക് അനുസരിച്ചാണ് നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ബോർഡ് കറക്റ്റ് എൻ്റെ ക്ലാസ്സിൽ സെൻറ്റർ ആയതുകൊണ്ട് കുട്ടികൾക്ക് രണ്ട് സൈഡിൽ നിന്നായാലും സെൻറ്ററിൽ നിന്നായാലും കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ക്ലാസ്സിൽ അതുപോലെ തന്നെ ഇപ്പോൾ 30-40 ഒരു ഏകദേശം ഒരു 35 ആ ഒരു റേഞ്ചിൽ കുട്ടികളുള്ള ഒരു ക്ലാസ് റൂം ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് ഇത് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ല ഒരു വലിയൊരു ക്ലാസ് റൂം ആണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഒരു 60-70 കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് എളുപ്പമല്ല. നമുക്കത് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്കത് ചെയ്യാനോ എന്ന് പറഞ്ഞാൽ അതിനൊരു മാറ്റം വരുത്തേണ്ടി വരും. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഏതൊരു ഇതിൽ വായിച്ചു നോക്കി, 60-70 കുട്ടികളുള്ള ഒരു ക്ലാസ് റൂമിൽ നമുക്ക് മൈതാനം പോലെ ക്ലാസ് ബെഞ്ചുകൾ വേണ്ടി വരും. അപ്പോൾ അത് നമുക്കൊട്ടും പ്രായോഗികമല്ല. നമ്മളത് ചിന്തിച്ച കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഈ ഒരു ക്ലാസ് റൂം സംവിധാനത്തിൽ കുറച്ച് കുട്ടികളുള്ളടുത്ത് എല്ലാവരെയും ഒരുപോലെ കാണാൻ പറ്റുന്ന ഒരു സംവിധാനത്തിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.